സമ്മേളനം നടക്കുന്ന ആശ്രാം മൈതാനത്ത് നിന്ന് നമുക്കൊപ്പം എസ് വിജയകുമാർ കൂടി ചേരുകയാണ്. വിജയകുമാർ, ഗുഡ് മോർണിംഗ്. വിജയകുമാർ, യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ, കൊല്ലത്തേക്കുള്ള യാത്ര ഒക്കെ. ഇന്ന് നടക്കുന്ന ഒരുപക്ഷെ ഇന്ന് എല്ലാവരും കൊല്ലം സമ്മേളനം ഉറ്റുനോക്കുകയാണ്. കാര്യം പ്രത്യേകിച്ചും ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ആരൊക്കെ ഉണ്ടാകും, ആരൊക്കെ പുറത്തു പോകും, അതുപോലെ പുതിയ തെരഞ്ഞെടുപ്പ് എല്ലാം വളരെ ശ്രദ്ധയോടെയാണ് കാണുന്നത്. കാരണം ഏറ്റവും നല്ല രീതിയിലാണ് സംസ്ഥാന സമ്മേളനം ഇത്തവണ കൊല്ലത്ത് സംഘടിപ്പിച്ചത്. പറയൂ വിജയകുമാർ. ഗുഡ് മോർണിംഗ്. യാത്രയൊക്കെ ഉഷാറായിരുന്നു, ഒരു കുഴപ്പവുമില്ലായിരുന്നു. ശ്രീജിത്ത് പറഞ്ഞു വെച്ചതിന്റെ തുടർച്ചയായി തന്നെ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. സമ്മേളനം സമാപിക്കുന്നു. ആ സമ്മേളനത്തിന്റെ സമാപന ദിവസം പുതിയ കമ്മിറ്റി സംസ്ഥാന സമിതി വരാൻ പോകുന്നു. ആ സമിതിയുടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ നിൽക്കുന്ന ആശ്രാമ മൈതാനിയിൽ അതിനുശേഷം വൈകിട്ട് ഒരു പൊതുസമ്മേളനം നടക്കും. യഥാർത്ഥത്തിൽ കൊല്ലം ഒരു ചെങ്കടലായി മാറാൻ പോകുന്നത് പൊതുസമ്മേളന സമയത്തായിരിക്കും. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന പ്രവർത്തകരെ കൊണ്ട് ഈ ആശ്രമ മൈതാനി നിറഞ്ഞു കവിയാൻ പോവുകയാണ് ആ പൊതുസമ്മേളനം നടക്കുന്ന സമയത്ത്. അത് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റാലികളൊക്കെയായി ഇങ്ങനെ ആ സമയത്ത് ഇവിടേക്ക് പ്രവർത്തകർ ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ ഗോവിന്ദ മാഷ്, അതുപോലെ പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ളവർ തുറന്ന വാഹനത്തിൽ പ്രവർത്തകർക്കിടയിലൂടെ യാത്ര ചെയ്യുകയും സഞ്ചരിക്കുകയും ചെയ്യും, അവരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഈ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ പുതിയ സമിതി, സംസ്ഥാന സമിതിയുടെ തെരഞ്ഞെടുപ്പ്, അത് അല്പസമയത്തിനകം അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പാർട്ടി സമ്മേളനം കടക്കും. പ്രതിനിധി സമ്മേളനത്തിന് മുമ്പ് തന്നെ അതിൽ ഏകദേശ ധാരണയുണ്ടാക്കും. പ്രതിനിധി സമ്മേളനത്തിൽ ആ പട്ടിക അവതരിപ്പിക്കുകയും ചെയ്യും. അത് നേരത്തെ അതിന്റെ ഒരു ഘടനയൊക്കെ സംബന്ധിച്ച് 75 വയസ്സ് കഴിഞ്ഞവരെ മാറ്റി പുതിയ ആളുകൾ, എന്ന് വെച്ചാൽ യുവാക്കള്, വനിതകൾക്കൊക്കെ കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന തരത്തിലേക്കായിരിക്കും പുതിയ കമ്മിറ്റിയുടെ ഘടന എന്നാണ് കേൾക്കുന്നത്. അതിന്റെ തീരുമാനം വരാൻ പോകുന്നതേ ഉള്ളൂ. MP ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടരും. അക്കാര്യത്തിൽ അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നവകേരള നയരേഖയിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഇന്നുണ്ടാകും എന്നുള്ളതാണ്. ഇന്നലെ ഏതാണ്ട് 5:30 വരെ അതിന്മേലുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. 27 പ്രതിനിധികൾ അതിൽ അഭിപ്രായം പറഞ്ഞു, അതിൽ സംസാരിക്കുകയും ചെയ്തു. ആ നയരേഖയുടെ കാര്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രത്യയശാസ്ത്ര കർക്കശ്യമൊക്കെ ഒരു പരിധിവരെ മാറ്റിവെച്ചുകൊണ്ട് വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നയ സമീപനമായിരുന്നു ആ രേഖ മുന്നോട്ട് വച്ചിരുന്നത്. അതിൽ ഏതാണ്ട് പാർട്ടി പ്രതിനിധി സമ്മേളനം അത് പൂർണ്ണമായും അത് അംഗീകരിച്ചു. അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1-2 പ്രതിനിധികൾ അത് വലത് വ്യതിയാനം അല്ലെങ്കിൽ നയവ്യതിയാനം പാർട്ടിയിൽ ഉണ്ടായില്ല എന്ന് മാധ്യമങ്ങൾ വിമർശിക്കുമെന്ന ചെറിയ വിമർശനം മാത്രമാണ് അതിലുണ്ടായത്. എന്തായാലും അതിൽ ഇന്ന് മുഖ്യമന്ത്രി മറുപടി പറയാൻ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പൊതു സ്വകാര്യ പങ്കാളിത്തം സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ, അതുപോലെ വിഭവ സമാഹരണത്തിനുള്ള പുതിയ നിർദ്ദേശങ്ങൾ അടക്കം വലിയ മാറ്റങ്ങൾ നയസമീപനത്തിൽ ഉണ്ടാകാൻ പോകുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രത്യയശാസ്ത്ര കർക്കശ്യമൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി ഇന്നുണ്ടാകാൻ പോവുകയാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ സമ്മേളന ചരിത്രത്തിൽ ഏതെങ്കിലും തരത്തിൽ ആകാംക്ഷയുടെയോ അല്ലെങ്കിൽ ഉദ്വേഗത്തിന്റെയോ ഒന്നും ഒരു സൂചനയും ഇല്ലാതെയാണ് ഈ സമ്മേളനം കൊടിയിറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായതും അതുതന്നെയാണ്. ഈ പൊതുചർച്ചയിൽ, പ്രതിനിധി സമ്മേളനത്തിലെ പൊതുചർച്ചയിലൊക്കെ മന്ത്രിമാരെ പറ്റി ഉള്ള ചില വിമർശനങ്ങളോ ഒക്കെ ഉണ്ടായി എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിമർശനവും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് അടിയുറച്ച പിന്തുണ അത് മന്ത്രിമാരിൽ നിന്ന് കിട്ടുന്നില്ല എന്നതൊക്കെയുള്ള വിമർശനങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രിക്ക് എതിരെയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെതിരെയോ ഒന്നും ജില്ലാ സമ്മേളനങ്ങളിലൊക്കെ ചെറിയ ചെറിയ വിമർശനങ്ങൾ ഉണ്ടായെങ്കിൽ അതിന്റെ ഒരു വിമർശനവും സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അങ്ങനെ CPM-ന്റെ സമ്മേളനം ഇവിടെ കൊടിയിറങ്ങുമ്പോൾ അതിൽ പാർട്ടി അതിന്റെ പ്രത്യയശാസ്ത്ര കർക്കശ്യമൊക്കെ മാറ്റിവെച്ച് വേറൊരു സമീപനം സ്വീകരിക്കാൻ പോകുന്നു. അത് എറണാകുളം സമ്മേളനത്തിൽ അതിന്റെ തുടക്കമുണ്ടായി എങ്കിൽ കൊല്ലം സമ്മേളനമാകുമ്പോഴേക്ക് അത് കുറെ കൂടി സജീവമായി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നത് തന്നെയാണ്. നമ്മൾ ബ്രോസ് ഈവനിങ്ങിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം അന്ന് സൂചിപ്പിച്ചതാണ്. പാർട്ടി കൊല്ലം സമ്മേളനത്തിൽ ഡിസൈഡഡ് ആണ്, തീരുമാനമെടുത്തിട്ടുണ്ട് കാര്യങ്ങൾ. അത് തന്നെയാണ് എനിക്ക് ഈ ഘട്ടത്തിലും പറയാനുള്ളത്. ഡിസൈഡഡ് എന്ന് തന്നെയാണ്, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ അപ്രതീക്ഷിതമായി ഒന്നും സംഭവിക്കുന്നില്ല. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. സമാപന സമ്മേളനത്തിലും അത്
അതുതന്നെയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകർ ഇവിടേക്ക് ഇപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിയിലൊക്കെ കണ്ടിരുന്നു പ്രവർത്തകരുടെ വാഹനങ്ങൾ, ചെങ്കൊടി കെട്ടിയ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഉച്ച കഴിയുമ്പോഴേക്കും ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ ആശ്രമ മൈതാനവും കൊല്ലം നഗരവും ഒക്കെ ചെങ്കടലായി മാറാൻ പോവുകയാണ് അക്ഷരാർത്ഥത്തിൽ. അതിന് ആ സമയമാകുമ്പോഴേക്കും ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനമൊക്കെ കഴിഞ്ഞ് നേതാക്കളൊക്കെ ഇവിടേക്ക് എത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. നമ്മൾ നിൽക്കുന്ന ഈ ആശ്രമ മൈതാനം ആ സമയമാകുമ്പോഴേക്കും ഒരു ചെങ്കടൽ ആയി മാറും. ഓക്കെ, താങ്ക് യു വിജയകുമാർ.